അസ്സലാമലൈക്കും. അച്ചൂസ് ടൈമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ സദ്യ സ്പെഷ്യൽ റെസിപ്പി ഉരുളക്കിഴങ്ങ് മസാലക്കറി. വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കറിയാണിത്. സദ്യയിലുള്ള നോൺ വെജ് കറി എന്നാണ് ഈ ഒരു കറി അറിയപ്പെടുന്നത്. ഇറച്ചി ഇടാതെ ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റിലാണ് ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് സദ്യയിലെ നോൺ വെജ് കറി എന്ന് ഈ ഒരു ഉരുളക്കിഴങ്ങ് മസാലക്കറി അറിയപ്പെടുന്നത്. ഇത് നമുക്ക് സദ്യയുടെ കൂടെ മാത്രമല്ല, ചപ്പാത്തി, ദോശ, അപ്പം, പൊറാട്ട, കുബൂസ് ഇതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനായിട്ട് നമുക്കിത് കഴിക്കാൻ പറ്റുമേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് കാണാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കഴുകി വൃത്തിയാക്കി കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതിയാകും. ഒരു 1/4 കപ്പോളം ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കുക. ഒരുപാട് വെന്തുടഞ്ഞ് പോകരുത്, ചെറുതായിട്ട് കഷ്ണങ്ങൾ കടിക്കാൻ കിട്ടുന്ന ആ ഒരു പരുവത്തിൽ വേണേ ഇത് വേവിച്ചെടുക്കാൻ. എൻ്റേത് കുറച്ച് വെന്ത് പോയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. ഇനി വേറൊരു കുക്കർ സ്റ്റൗവിൽ വെച്ചിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ എടുക്കുന്ന വെജിറ്റബിൾസ് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കോളിഫ്ലവറുമാണ്. അപ്പോൾ വെറും ഉരുളക്കിഴങ്ങ് വെച്ചിട്ടും നമുക്ക് ഈ ഒരു മസാലക്കറി ഉണ്ടാക്കിയെടുക്കാം. ഇനി അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് 4ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ആ ഒരു വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുത്തിട്ട് ആദ്യം ഒന്നങ്ങ് നല്ലോണം മൊരിയിച്ചെടുക്കുക. ഈ ഒരു വെജിറ്റബിൾസ് എണ്ണയിൽ ആദ്യം ഒന്നങ്ങ് പൊരിച്ചെടുത്തിട്ട് ഇത് നമ്മൾ വേവിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും. ഈ ഒരു വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങ് 1-2 മിനിറ്റോളം ഒന്നങ്ങ് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ക്യാരറ്റും ഒരു കോളിഫ്ലവറിൻ്റെ പകുതി ഒരു ചെറിയ പീസ്, ഒരു 3-4 ഫ്ലവർ എടുത്തിട്ട് അതും ഒന്നങ്ങ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒരു 5-6 മിനിറ്റോളം ഇങ്ങനെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഇതൊന്നങ്ങ് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട്, വെള്ളം ഒരുപാടൊന്നും വേണ്ട, ഉരുളക്കിഴങ്ങും ഇതൊക്കെ ഓൾറെഡി നമ്മൾ വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഒറ്റൊരു വിസിൽ അടിഞ്ഞാൽ മതി. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുക്കറെ അടച്ചു വെച്ചിട്ട് ഇതൊന്നങ്ങ് വേവിച്ചെടുക്കാം. ഈ ഒരു വെജിറ്റബിൾസ് ഓൾറെഡി ഹാഫ് കുക്ക് ആയതുകൊണ്ട് തന്നെ ഒരു വിസിലടിച്ചാൽ മതിയേ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിഞ്ഞാൽ സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി ഒരു മൺചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, 3-4 അല്ലി വെളുത്തുള്ളി ചതച്ചത്, ഇഞ്ചി ചതച്ചത്, പിന്നെ എരിവിന് ആവശ്യത്തിന് 2-3 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ആദ്യം നന്നായിട്ടൊന്നങ്ങ് വഴറ്റിയെടുക്കുക. ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ പച്ച ടേസ്റ്റ് മാറി വന്നതിന് ശേഷം ഇതിലോട്ട് ഒരത്യാവശ്യം വലുപ്പമുള്ള സവാള നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം നിങ്ങൾ വഴറ്റിയെടുക്കുക. പിന്നെ സവാള വഴറ്റുന്ന സമയത്ത് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ സവാള നമുക്ക് പെട്ടെന്ന് വഴന്ന് കിട്ടുമേ. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഓൾറെഡി ഉരുളക്കിഴങ്ങിലും ഇട്ടിട്ടുണ്ട്, ഗ്രീൻ പീസിലും ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് വേണേ ചേർത്ത് കൊടുക്കാൻ. സവാള വഴറ്റാൻ വെച്ച സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണയിൽ തേങ്ങ ഒന്നങ്ങ് വറുത്തെടുക്കുന്നുണ്ട്. വറുത്തരച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മസാലക്കറിയിലോട്ട് തേങ്ങ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ തേങ്ങ ഒരുപാടങ്ങ് ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായി ഒന്ന് കണ്ടില്ല ഈ ഒരു കളറാകുന്ന സമയത്ത് ഇതിൽ ഒരിത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അതൊന്ന് അരച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാമേ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു നോൺ വെജിൽ ഇടുന്ന എല്ലാ മസാലകളും നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് ആദ്യം കുറച്ച് എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട്. നമ്മൾ ഇറച്ചിക്കറിയിലൊക്കെ ഇടുന്നത് പോലെ തന്നെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും, ഇത്രയും പൊടികൾ നമ്മൾ ആ ഒരു ഇറച്ചിക്കറിയിലൊക്കെ ചേർക്കുന്നത് പോലെ തന്നെ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കുക. പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള നല്ല പഴുത്ത തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്നങ്ങ് അടച്ചു വെക്കുക. ആ ഒരു തക്കാളി ഒന്നങ്ങ് വെന്തുടഞ്ഞ് വരാൻ വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ട് 1-2 മിനിറ്റ് ഇതൊന്നങ്ങ് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. തക്കാളിയൊക്കെ നല്ലോണം വെന്തുടഞ്ഞ് വന്നതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും കോളിഫ്ലവറൊക്കെ ഉണ്ടല്ലോ, അത് ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു മസാലകൾ മുഴുവനായിട്ടും നമ്മുടെ വെജിറ്റബിൾസിൽ പിടിച്ച് കിട്ടുന്ന തരത്തിൽ വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. നമ്മൾ വെറും ഉപ്പ് മാത്രം ഇട്ടിട്ടാണല്ലോ ആ ഒരു വെജിറ്റബിൾസ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മസാലപ്പൊടികളും സവാളയും തക്കാളിയൊക്കെ ഇതിൽ നന്നായിട്ട് പിടിച്ചിട്ടുന്ന തരത്തിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള ഗ്രീൻ പീസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കുക. ഗ്രീൻ പീസ് ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് വെന്ത് പോയിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ ഇത്രയും വേവിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് കടിക്കുന്ന തരത്തിൽ വേണം നമ്മൾ ഗ്രീൻ പീസ് എടുക്കാൻ. പിന്നെ ഇതിലോട്ട് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി ആ ഒരു തേങ്ങ അരച്ചിട്ട് അതും കൂടി ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്നങ്ങ് അടച്ച് വെച്ചിട്ട് എല്ലാം ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം ഇതിലോട്ട് നമ്മൾ വറുത്തെടുത്തിട്ടുള്ള തേങ്ങ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ടല്ലോ, ഒരിത്തിരി വെള്ളത്തിൽ അരച്ചെടുത്താൽ മതി. എന്നിട്ട് ഇത് അതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഇതൊന്നങ്ങ് തിളപ്പിച്ചെടുക്കുക. തേങ്ങയും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് നമുക്ക് ഒന്ന് താളിച്ചൊഴിച്ച് കൊടുക്കുക. അതിനായിട്ട് വെളിച്ചെണ്ണയിലോട്ട് സവാള ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടൊന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. ചെറിയുള്ളി എടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 5-6 ചെറിയുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരിത്തിരി മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു വെളിച്ചെണ്ണയിൽ മല്ലിപ്പൊടി വറുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും കറിക്ക്. അപ്പോൾ ഇതൊന്നങ്ങ് നല്ലോണം മൊരിഞ്ഞ് കണ്ടില്ല ഈ ഒരു കളറായി വരുന്ന സമയത്ത് ഇത് നമ്മൾ ആ ഒരു തിളപ്പിച്ചിട്ടുള്ള കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് സ്റ്റൗ ഓഫ് ചെയ്യുക. ആ ഒരു ചെറിയുള്ളിയുടെയും വെളിച്ചെണ്ണയുടെയും വറുത്ത ആ ഒരു മല്ലിയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് കറിയിൽ ഇറങ്ങി വരുന്ന തരത്തിൽ അതൊന്നങ്ങ് അടച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ സദ്യ കഴിക്കുന്ന സമയത്ത് ഇതൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മൾ വെക്കും തോറും കുറുകി വരും. കാരണം ഉരുളക്കിഴങ്ങ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല തിക്കായിട്ടായിരിക്കും ഗ്രേവി ഉണ്ടാവുക. പിന്നെ സദ്യയുടെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ ഇലയിൽ വെക്കുന്ന സമയത്ത് ഒഴുകി പോകാത്ത തരത്തിൽ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു മസാലക്കറി ഉണ്ടാക്കിയെടുക്കുക. പിന്നെ നമ്മൾ ചോറിൻ്റെ കൂടെ അല്ലാതെ ചപ്പാത്തിയുടെ കൂടെയൊക്കെയാണ് കറി കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ കുറച്ചധികം ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റാണ്. ഇറച്ചിക്കറി പോലെ തന്നെയുള്ള ടേസ്റ്റാണ് ഈ ഒരു കറിക്ക്. അപ്പോൾ ഇതുവരെ ആരെങ്കിലും ഈ ഒരു മസാലക്കറി ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ സദ്യയുടെ കൂടെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയായിരിക്കും. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് മറക്കാതെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പിന്നെ എന്ന് പറയുന്നത് പോലെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ അച്ചൂസ് ടൈം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.